നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്ത് ഓരോ പുതിയ പരമ്പരകൾ വരുമ്പോഴും ടീമിന്റെ കോമ്പിനേഷനുകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകാറുണ്ട്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഏത് തരം തന്ത്രങ്ങളുമായിട്ടായിരിക്കും ടീം മാനേജ്മെന്റും സെലക്ടർമാരും മുന്നോട്ടു പോവുക എന്നറിയാൻ ആരാധകർക്ക് എപ്പോഴും വലിയ ജിജ്ഞാസയാണ്. ഒരു ടീമിന്റെ വിജയം എന്നത് ഗ്രൗണ്ടിലെ പ്രകടനങ്ങളെ പോലെ തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കൂടി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ചില സമയങ്ങളിൽ അനുഭവ സമ്പത്തുള്ള മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകിക്കൊണ്ട് യുവപ്രതിഭകളെ പരീക്ഷിക്കാൻ ടീമുകൾ തയ്യാറാകാറുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ പലപ്പോഴും പുതിയ സൂപ്പർ താരങ്ങളെ സൃഷ്ടിക്കാൻ കാരണമാകാറുണ്ടെങ്കിലും ചിലപ്പോൾ അത് വലിയ പരാജയങ്ങളിലും കലാശിക്കാറുണ്ട്. ക്രിക്കറ്റ് ചരിത്രത്തിലെ അനേകം ഇതിഹാസ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മുൻ താരങ്ങൾ പലരും ഇത്തരം അവസരങ്ങളിൽ തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരാറുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ വലിയൊരു മാറ്റം വരുത്താൻ പോന്ന തരത്തിലുള്ള ഒരു പുതിയ ആശയമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. വായനക്കാരെ ആകാംക്ഷയുടെ മുനമ്പിൽ നിർത്തുന്ന തരത്തിലാണ് ഈ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെയും ചില മുൻനിര അധികാരികളുടെയും ഉള്ളിലിരിപ്പ് കേട്ടാൽ ഏതൊരു സാധാരണ ക്രിക്കറ്റ് പ്രേമിയുടെയും ചോര തിളച്ചു പോകും. ഒരു താരം കഠിനാധ്വാനം ചെയ്ത് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി പുതിയ ആളുകളെ കൊണ്ടുവരുന്ന നീചമായ കുത്തിത്തിരിപ്പാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. നന്നായി പെർഫോം ചെയ്യുന്ന ഓപ്പണർമാരെ ബോധപൂർവം മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ചില ലോബികളെ വളർത്താൻ വേണ്ടി ഇത്തരം വിചിത്രമായ പരീക്ഷണങ്ങൾ നടത്തുന്നത് ക്രിക്കറ്റ് എന്ന കളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. പുറമെ യുവതാരങ്ങൾക്ക് അവസരം നൽകുകയാണെന്ന് വരുത്തി തീർക്കുകയും ഉള്ളിൽ ഫോമിലുള്ള സീനിയർ കളിക്കാരെ ഒതുക്കാൻ ചതിക്കുഴികൾ ഒരുക്കുകയും ചെയ്യുന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ കൃത്യമായി തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. അർഹതയുള്ളവന് അർഹതപ്പെട്ട സ്ഥാനം നൽകാതെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും സ്വാധീനം നിലനിർത്താനും വേണ്ടി ഇവർ നടത്തുന്ന ചതികൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സ് പൂർണ്ണമായും കളങ്കപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ കളിശൈലി തന്നെ തകരും. സെലക്ടർമാരുടെ ഈ വിചിത്രമായ പരീക്ഷണങ്ങൾക്കെതിരെ ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുന്നത്. സ്ഥിരതയോടെ റൺസ് അടിച്ചു കൂട്ടുന്ന ഓപ്പണർമാരെ എപ്പോഴും ഒരു തരത്തിലുള്ള ഭയത്തിന്റെ നിഴലിൽ നിർത്താൻ മാത്രമേ ഇത്തരം അനാവശ്യമായ മാറ്റങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്ന് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നു. IPL-ലും മറ്റ് അന്താരാഷ്ട്ര മത്സരങ്ങളിലും മാസ് പ്രകടനങ്ങൾ നടത്തി ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തിയ കളിക്കാരെയാണ് ഒരു പരീക്ഷണത്തിന്റെ പേരിൽ വിചിത്രമായ ബാറ്റിംഗ് ഓർഡറുകൾ അടിച്ചേൽപ്പിച്ച് മാനസികമായി തളർത്താൻ ഇവർ ശ്രമിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട കായിക വിനോദത്തെ ഇത്രമേൽ സ്നേഹിക്കുന്നത് ഇത്തരം കൊടിയ ചതികളും അനാവശ്യമായ കസേരകളികളും കാണാൻ വേണ്ടിയല്ല. സെലക്ഷൻ കമ്മിറ്റിയുടെ ഇത്തരം തീരുമാനങ്ങൾ കാരണം എത്രയോ മികച്ച താരങ്ങളുടെ കരിയറാണ് ഇവർ മുൻപും നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് അർഹമായ സുരക്ഷിതത്വം നൽകാതെ പരാജയപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും പരവതാനി വിരിക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. ഈ വിഷയത്തിന് പിന്നിലേക്ക് നോക്കിയാൽ മുൻപ് നടന്ന മത്സരങ്ങളിൽ നമ്മുടെ പ്രധാന ഓപ്പണർമാർ നടത്തിയ വിസ്മയകരമായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആദ്യ പന്ത് മുതൽ യാതൊരു ഭയവുമില്ലാതെ കൂറ്റനടികളുമായി റൺവേട്ട നടത്തി ടീമിനെ പല സുപ്രധാന വിജയങ്ങളിലും എത്തിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. അന്നവരെ പ്രകീർത്തിച്ച മാധ്യമങ്ങളും അധികാരികളും പുതിയൊരു പരമ്പര വരുമ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നത് വലിയൊരു നിരാശയാണ് ഉണ്ടാക്കുന്നത്. മുൻപത്തെ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാതെ വീണ്ടും പഴയ തെറ്റുകൾ തന്നെ ആവർത്തിക്കാനാണ് ഇപ്പോഴും ചിലർ ഉപദേശങ്ങൾ നൽകുന്നത്. വരാനിരിക്കുന്ന അയർലൻഡ് പരമ്പരയിലെ ടീം ലൈനപ്പിലെ പൊസിഷനുകൾ പലതും ഇപ്പോൾ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിമാറിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിഹാസ തുല്യമായ പ്രകടനങ്ങൾ നടത്തിയിട്ടും വരും ദിവസങ്ങളിൽ ആ സുപ്രധാന താരങ്ങളിൽ ഒരാളെ ഓപ്പണിംഗിൽ നിന്നും മാറ്റി നിർത്താൻ വലിയൊരു തന്ത്രമാണ് രൂപപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു പുതിയ മാറ്റം വലിയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നത് ഉറപ്പാണ്. ഇവിടെയാണ് ക്രിക്കറ്റ് പ്രേമികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ ഇതിഹാസ താരം
സുനിൽ ഗവാസ്കറുടെ ആ നിർണായക നിർദ്ദേശം പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന അയർലൻഡിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസണിനൊപ്പം അദ്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി ഓപ്പൺ ചെയ്യണമെന്നാണ് ഗവാസ്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഇന്ത്യയുടെ പ്രധാന ഓപ്പണർമാർ തന്നെയാണ് എന്ന കാര്യം സമ്മതിക്കുമ്പോഴും അയർലൻഡിനെതിരെയുള്ള 2 മത്സരങ്ങളിലെങ്കിലും സൂര്യവംശിയെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതായത് ഒരു മത്സരത്തിൽ അഭിഷേകിനൊപ്പവും മറ്റേ മത്സരത്തിൽ സഞ്ജുവിനൊപ്പവും സൂര്യവംശി ഓപ്പണറായി എത്തണം. സഞ്ജുവിനെയും അഭിഷേകിനെയും മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് ഈ 15-കാരൻ പ്രതിഭയ്ക്ക് ഓപ്പണിംഗിൽ അവസരം നൽകണമെന്ന ഗവാസ്കറുടെ ഈ പുതിയ തന്ത്രം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലൈനപ്പിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിടുമെന്നത് ഉറപ്പാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്